യെസ്, ഇന്ന് 5th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗം കേട്ടോ. 12th ചാപ്റ്റർ. ഓക്കെ, ഡാറ്റ പിക്ചേഴ്സ്. ഇതുവരെ നമ്മളെ ഡാറ്റ ടേബിൾസ്, ടേബിളിൽ വരച്ചിട്ട് ആ ടേബിളിൽ നോക്കി എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയാന്നൊക്കെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലേ. ആ ടേബിളിൽ ഒരു ടേബിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയുണ്ട്, അതിലെന്തൊക്കെ കൂടുതൽ, ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ്, ഒക്കെ നമുക്ക് എന്താക്കാം ആ ടേബിൾ നോക്കി മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ തന്നെ എന്താണ് നമ്മൾ പിക്ചേഴ്സ്, ഡാറ്റ പിക്ചേഴ്സ് അല്ലേ, ചിത്രം നോക്കിയിട്ട് എന്താക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഇത് നോക്കൂ, ഇംഗ്ലണ്ടും അതുപോലെ എന്താണ് ഇന്ത്യയും തമ്മിലുള്ള ഇതിൽ T20 മാച്ച് അഗെയിൻസ്റ്റ് ഇന്ത്യ. T20 മാച്ചാണല്ലേ. ഫസ്റ്റ് ബാറ്റിന് എന്താണ് ഇംഗ്ലണ്ട് ബാറ്റഡ് ഫസ്റ്റ് ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്തില്ലേ T20 മാച്ചിൽ എഗെയിൻസ്റ്റ് ഇന്ത്യയായിട്ട്. അപ്പം അവരുടെ എന്താണ് ഓവറും റൺസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓവർ 1, 2, 3 അല്ലെ 20 വരെ. അതുപോലെ റൺസ് എന്താണ് ഫസ്റ്റ് ഓവറിൽ 11 റൺസ്, അങ്ങനെ ഓരോ 20 ഓവറിൽ 8 റൺസ് വരെ ഇംഗ്ലണ്ട് കിട്ടി അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ടേബിൾ എന്താണ് പിക്ചറാക്കി വരച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടോ, ഗ്രാഫാക്കി വരച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ താഴെ 1 to 20 എന്ന് വരെ എഴുതിയില്ലേ, അങ്ങനെ അതാണ് ഓവറിനെ കാണിക്കുകയാണ് കേട്ടോ. എന്താണ് ഓവറിനെ, ഇവിടെ നമ്മൾ ഓവർ എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 20 വരെ അല്ലേ. അപ്പോൾ നമ്മളെന്താ ഓവറിനെയാണ് എന്താ താഴെ 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ 20 വരെ കാണിച്ചിരിക്കുന്നത് ഓവറിനെയാണ്. ഓക്കെ, ഇനി റണ്ണിനെ കാണിക്കുന്നത് എന്താണ്, ഇത് ഇവിടെയാണ് കേട്ടോ. റണ്ണിനെ കാണിക്കുന്നത് 1 to 21 അല്ലേ. 1 to 21 എന്താണ് ഇവിടെ റണ്ണ്. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇവിടെ ഓവർ എന്ന് എഴുതണം. നമ്മൾ ഓവർ കാണിക്കാം, ഇവിടെ ഓവർ എന്ന് എഴുതുക, അവിടെ റണ്ണിനെ കാണിക്കാം റണ്ണ് എന്ന് എഴുതുക. ഓക്കെ, ഇനി നോക്കൂ, ഫസ്റ്റ് ഓവറിൽ എത്ര റണ്ണ് കിട്ടിയിട്ടുണ്ട്, 11. അപ്പോൾ നമ്മൾ എന്താക്കുക, ഒരു ചെറിയൊരു എന്താണ് ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് ഫസ്റ്റ് ഓവറിൽ 11 റണ്ണല്ല കിട്ടിയേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓവറിൻ്റെ അവിടെ എന്താക്കുക 11ൻ്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്താക്കുക ചെറിയൊരു ഇങ്ങനെ റെക്റ്റാങ്കിളാക്കി വരയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഓവറിൽ എത്ര റണ്ണാണ് കിട്ടിയത്, 9 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 9 ഇവിടെ അല്ല, 9ൻ്റെ ഇവിടെ എന്താണ് ചെറിയൊരു ഇത് വരച്ചിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇനി തേർഡ് ഓവറിൽ എത്ര റൺസാണ് കിട്ടിയിരിക്കുന്നത്, 8 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക ഇതിൽ ഈ പോയിന്റിൽ 8 നോക്കുക, എവിടെയാണ് 8 അല്ലേ. 8ൻ്റെ 3ൻ്റെ അവിടെ 8 അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അങ്ങനെ ഓരോന്നിൻ്റെ നമ്മളിങ്ങനെ വരയ്ക്കാൻ പറ്റും, 20ൻ്റെ വരെ കേട്ടോ. നമ്മൾ ഈ ഇതിൽ നോക്കിയിട്ട് എന്താക്കുക നമ്മളിങ്ങനെ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഗ്രാഫിന് പറയുന്ന പേരാണ് ബാർ ഗ്രാഫ്. എന്താണ് പറയുന്നത്, ബാർ ഗ്രാഫ് എന്നാണ് പറയുക കേട്ടോ. നോക്കൂ, ബാർ ഗ്രാഫ് അല്ല, BARGRAPH. ഓക്കെ, ബാർ ഗ്രാഫാണ് ഇതിന് പറയുക കേട്ടോ. ദെൻ നെക്സ്റ്റ്, നേരത്തെ ഇംഗ്ലണ്ടിൻ്റെ അല്ലേ പറഞ്ഞത്, ഇത് ഇനി ഇന്ത്യൻ്റെ പെർഫോമൻസിൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ബാർ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. നോക്കൂ, 1 ഓവറിൽ എത്രയാണ്, ഇവിടെ ഓവർ ഇത് റണ്ണില്ലേ, 1 ഓവറിൽ 8 റൺ എടുത്തു, രണ്ടാമത്തെ ഓവറിൽ 9 റൺ എടുത്തു, അങ്ങനെ എത്രയായി 19 ഓവറിൽ എത്ര റൺ എടുത്ത്, ഇതെത്രയാണ്, ഇതിന് നേരെ പോകുമ്പോൾ എത്രയാണ് 7 അല്ലേ, 7 റൺ എടുത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 19 ഉള്ളൂ. അപ്പോൾ 19 മറ്റേ 20 ഇല്ലായിരുന്നു. അപ്പോൾ 19ാമത്തേൽ തന്നെ എന്താക്കി ഇന്ത്യ ജയിച്ചു അല്ലേ. ഇനി 20 ആവശ്യമില്ലല്ലോ, അപ്പോൾ 20 വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗ്രാഫിൽ മനസ്സിലായില്ല, നമുക്ക് എത്ര റണ്ണ് കിട്ടിയിരുന്നു, എത്ര ഓവറിൽ കളി തീർന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ. 19 ഓവർ ആയപ്പോൾ എന്താക്കി കളി കഴിഞ്ഞില്ലേ, ഇന്ത്യ ജയിച്ചു. അതുകൊണ്ടാണ് എന്താക്കിയത് ഇവർ ഈ 19ൽ തന്നെ നിർത്തിയത് അല്ലേ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ ഇൻഫോർമേഷൻ അതിൽ കിട്ടുക, ഇതിൽ ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയത് എത്രാമത്തെ ഓവറിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാ അവിടെ വരുന്നത്, ഈ വരയെ തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും ഇതാണ് വലിയ വര അല്ലേ. അപ്പോൾ എത്ര റണ്ണാണത്, 20 റണ്ണാണ് അല്ലേ. എത്രാമത്തെ ഓവറിൽ, 11ാമത്തെ ഓവറിൽ 20 റണ്ണ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇന്ത്യക്ക്. പിന്നെ ഏറ്റവും കുറവ് കിട്ടിയ റണ്ണ് ഏതാണ്, ഏറ്റവും കുറവ് 13 അല്ലേ. 13, 14, 15 വേറെ ചെറുതായി വേറെ ഒന്നുമില്ലല്ലോ. എത്ര റണ്ണാണ് കിട്ടിയിരിക്കുന്നത്, 3 റണ്ണാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. 13, 14, 15 ഓവറിലൊക്കെ എത്ര 3 റണ്ണ് ഇതാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ സെക്കൻഡായിട്ട് കൂടുതൽ റണ്ണ് കിട്ടിയത് എത്ര, 20 റണ്ണ് 11ാമത്തെ ഓവറിൽ അല്ലേ. പിന്നെ രണ്ടാമത് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 16 അല്ലേ. എത്രാമത്തെ ഓവറിൽ, 8ാമത്തെ ഓവറിൽ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ബാർ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ഓരോ ഇതും മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നോക്കൂ, ഇൻ വിച്ച് ഓവർ വാസ് ദ മോസ്റ്റ് റൺ സ്കോർഡ്, നമ്മൾ പറഞ്ഞില്ലേ ഏത് റണ്ണിലാണ്, ഏത് ഓവറിലാണ് കൂടുതൽ റണ്ണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. 11ാമത്തെ ഓവറിൽ എത്ര റണ്ണാണ്, 20 അല്ലേ. അപ്പോൾ 20ന്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്, ഇൻ വിച്ച് ഓവർ ദ ലീസ്റ്റ് റൺ സ്കോർഡ്, കുറവുള്ളത് കുറവ് റണ്ണെടുത്ത ഏത് ഓവറിലാണെന്നല്ലേ. അത് നമ്മളിവിടെ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്,
ഈ 13, 14, 15 അല്ലേ എത്രയാണ് റൺ എടുത്തിരിക്കുന്നത് 3 റൺ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റൻ അതിൽ വന്നിരിക്കുന്നത് ഇൻ ഹൗ മെനി ഓവർ വെർ മോർ ദാൻ 10 റൺ സ്കോർഡ് 10 റൺ സ്കോർഡ് ചെയ്തിരിക്കുന്ന 10ൽ കൂടുതൽ റൺ സ്കോർ ചെയ്തിരിക്കുന്ന എത്ര ഓവർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 റണ്ണിൽ കൂടുതൽ സ്കോർ ചെയ്ത് ഏതൊക്കെയാണ് 10 ഇതാണ് അല്ലേ. അപ്പോൾ 10ന്റെ മേലുള്ളതൊക്കെ പറഞ്ഞാൽ മതി, 10 വേണ്ട, 10ന്റെ മേലുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ നാലാമത്തേൽ എത്രയാണ് 12 റണ്ണ് കിട്ടി, അത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. പിന്നെ 8ാമത്തേൽ നമുക്ക് 16 റൺസ് കിട്ടി. പിന്നെ എന്താണ് 9ാമത്തേൽ 9th 13 റൺസ് കിട്ടി. 10th ഓവറിൽ എന്താണ് 14 റൺസ് കിട്ടി. പിന്നെ 11th ഓവറിൽ 20 കിട്ടി. പിന്നെ അത്രയാണ് അല്ലേ. ഓക്കെ, എത്രയാണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്, ഒക്കെ എഴുതുക കേട്ടോ. അപ്പം അതിന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. പിന്നെ എന്താണ് ഇൻ ഹൗ മെനി ഓവർ വെർ ലെസ് ദാൻ 6 റൺ സ്കോർഡ്. ഇനി 6 റണ്ണ് കുറവുള്ള ഏതൊക്കെ ഓവറിലാണ് 6 റണ്ണിൽ കുറവുള്ള ഇത് കിട്ടിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ആർ ദോസ് ഓവേഴ്സ്, അത് ഏതൊക്കെ ഓവറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 റണ്ണ് കൂടുതൽ കുറവ് കിട്ടിയ ഏതൊക്കെയാണ് 6 റണ്ണിൽ നോക്കൂ ഏതാണ് വരുന്നത്, ഇത് 6 ഉള്ളത് വരുന്നത് അല്ലേ. 6 എടുക്കേണ്ട, 6ൽ കുറവുള്ളതാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 5 എടുക്കുക, ഏതാ 12ാമത്തേൽ അല്ലേ. 12, 13, 13, 14, 15 ഒക്കെ 6 റണ്ണിൽ കുറവാണ് അല്ലേ. പിന്നെ 16 പിന്നെ 17 ഒക്കെ 6ൽ കുറവല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ 12, 13, 14, 15, 16, 17 ഒക്കെ എന്താണ് 3 ഓവേഴ്സിൽ എന്താണ് 6 റണ്ണിൽ കുറവുള്ളതാണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇത് സെപ്പറേറ്റ് ആയിട്ടാണല്ലോ ഇന്ത്യൻ്റെയും ഇത് ഇന്ത്യൻ്റെയും അതുപോലെ ഇത് ഇംഗ്ലണ്ടിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. അത് ഇംഗ്ലണ്ട്, ഇത് ഇന്ത്യ അല്ലേ. ഇനി എന്താണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും ഈ ബാർ ഗ്രാഫ്. എങ്ങനെ നോക്കിയാൽ ഇതപ്പോൾ കളർ ചേഞ്ച് വരുത്തിയിട്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ വരച്ചു ഗ്രാഫ്. ഇങ്ങനെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എന്താക്കാം, നമുക്കിതൊന്നും നോക്കിയാൽ മനസ്സിലാവും അല്ലേ. മറ്റേ നമ്മൾ എന്താണ് മറ്റേ 2 ചിത്രവും വെവ്വേറെയായി നോക്കണ്ടില്ലേ. ഇത് ഒറ്റ ചിത്രത്തിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതേ ഇത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇത് ഈ പച്ചേനെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഓവർ ഇത് റണ്ണ് അല്ലേ, മുകളിലുള്ള റണ്ണ് അല്ലേ. ഇനി ഈ പച്ചേനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലണ്ടും ഈ ഓറഞ്ചിനെ സൂചിപ്പിക്കുന്ന ഇന്ത്യയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നോക്കിയേ, ഇവിടെ പച്ചനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓവറിൽ എന്താണ് ഇംഗ്ലണ്ടിനാണ് കൂടുതൽ റണ്ണ് കിട്ടിയല്ലേ, ഇന്ത്യക്ക് കുറവാണ്. പിന്നെ എന്താ ഇന്ന് മനസ്സിലാവുക, ഏറ്റവും കൂടുതൽ ഇവിടെ 11ാമത്തെ ഓവറിൽ എന്താണ് ഇന്ത്യക്ക് കൂടുതൽ കിട്ടിയില്ലേ, ഇംഗ്ലണ്ടിന് അവിടെ കുറവാണ്. ഓക്കെ, പിന്നെ ഇതിന് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ഇൻ വിച്ച് ഓവർ ഡിഡ് ഇന്ത്യ സ്കോർ മോർ റൺസ് ദാൻ ഇംഗ്ലണ്ട്. ഏതൊക്കെ ഓവറിലാണ് ഇംഗ്ലണ്ടിൻ്റെ കൂടുതൽ ഇന്ത്യ സ്കോർ ചെയ്ത ഓവർ ഏതൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഏതാണ്, ഗ്രീൻ ആണ് അല്ലേ. അപ്പോൾ ഗ്രീൻ്റെ ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ ഏതൊക്കെയുണ്ട്, ഇത് അവിടെ ഉണ്ട് അല്ലേ 3rd ഓവറിൽ. പിന്നെ ഏതാണ് കൂടുതലുള്ളത് 5th ഓവറിൽ. പിന്നെ ഏതാണ് കൂടുതലുള്ളത് 6th ഓവറിൽ. പിന്നെ വരുന്നത് 8th ഓവറിൽ. ഇത് ഈക്വൽ പറ്റില്ല കേട്ടോ, കൂടുതലുള്ള ചെയ്യുമ്പോൾ എന്താ 8th ഓവറിൽ, 9th ഓവറിൽ, 10th ഓവറിൽ, 11th ഓവറിൽ. പിന്നെ ഏതാ കൂടുതൽ വരുന്നത് 19th ഓവറിൽ അല്ലേ. ഇതൊക്കെയാണ് എന്ത് ഇംഗ്ലണ്ടിൻ്റെ കൂടുതൽ സ്കോർ ചെയ്ത് ഓവർ ഏതാന്ന് ചോദിച്ചാൽ അതൊക്കെ എഴുതുക കേട്ടോ. ഏതൊക്കെയാണ് പറഞ്ഞ് ഇംഗ്ലണ്ടിന് കൂടുതൽ റൺസ് കിട്ടിയ ഓവർ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇത് പച്ചനേറ്റം കൂടുതൽ വരെയുള്ള എവിടെയാണെന്ന് നോക്കുക അല്ലേ. കൂടുതൽ നീളത്തിൽ ഏതായിട്ട് പോകുന്നത് പച്ച കണ്ടോ, ഇത് പച്ചയാണ് കൂടുതൽ നീളം അല്ലേ. ഇതും കമ്പയർ ചെയ്യുമ്പോൾ അത് അടുത്തടുത്തുള്ള ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പച്ച കൂടുതൽ. അപ്പോൾ ഇത് പറ്റൂല, ഇത് ഈക്വലാണ് പറ്റൂല. ഇനി ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ ഓറഞ്ച് ആണ് കൂടുതൽ അല്ലേ. അപ്പോൾ 3rd ഓവറിൽ എന്താണ് ഇന്ത്യ കൂടുതൽ സ്കോർ ചെയ്തു അല്ലേ. പിന്നെ ഇതിൽ 5th വണ്ണിൽ എന്താണ് ഇന്ത്യ കൂടുതൽ സ്കോർ ചെയ്തു, പച്ചനീറ്റ കൂടുതലല്ലേ. പിന്നെ 6th എന്താണ് ഇന്ത്യ സ്കോർ ചെയ്തു അല്ലേ. പിന്നെ അടുത്ത് നമുക്ക് 8th നമ്മൾ എഴുതി കേട്ടോ നമ്പറൊക്കെ. 8th എന്താണ് ഇന്ത്യ സ്കോർ ചെയ്തു അല്ലേ. 8th 9th 10th 11th പിന്നെ ഏതാ വരുന്നത് 19th. ഓക്കെ, പിന്നെന്താ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓവർ ഡിഡ് ബോത്ത് ടീം സ്കോർ ദ സെയിം നമ്പർ ഓഫ് റൺസ്. ഇനി ഏതൊക്കെ ഓവറിലാണ് 2 ടീമും ഒരേ നമ്പർ റണ്ണ് എടുത്തത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം നമ്പർ നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ലേ. അപ്പോൾ സെയിം നമ്പർ ഏതിലാണ് 2nd ഓവറിൽ 2 ടീമും ഒരേപോലെ എടുത്തു അല്ലേ. പിന്നെ ഇവിടെ നോക്കൂ ഇത് 7th ഓവറിൽ 2 പേരും 2 സെയിം ലെവലിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ 7th ഓവറിൽ 2nd ഓവറിലും 7th ഓവറിലും പിന്നെ ഏതിലാണ് സെയിം നിൽക്കുന്നത് 12th ഓവറിലും
14th ഓവറിലും 15th ഓവറിലും 16th ഓവറിലും ഒക്കെ എന്താണ് ഈക്വൽ ആയിട്ട് നിന്നിട്ടുണ്ട് അല്ലേ. ഈക്വൽ നമ്പർ റൺസ് ആണ് എന്ത് ഓവറിൽ ഈ ഓവറിലൊക്കെ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ? 2nd ഓവർ, പിന്നെ 7th ഓവർ, 12th ഓവർ, 14th ഓവർ, 15th ഓവർ, പിന്നെ 16th ഓവർ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? വിച്ച് ടീം സ്കോർഡ് മോർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് 10 ഓവർ? അപ്പോൾ ഏത് ടീമാണ് എന്താണ് ഫസ്റ്റ് 10 ഓവറിൽ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 10 ഓവറിൽ ഏത് ടീമാണ് കൂടുതൽ റണ്ണ് സ്കോർ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ 10 ടീം ഇത് അല്ലേ. അപ്പോൾ ഇതാ നോക്കുക നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കുക, ആദ്യം എന്താക്കാം, ഇംഗ്ലണ്ടിനെ നമുക്ക് കണ്ടുപിടിക്കുക. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്നത് ഇംഗ്ലണ്ട് ഈസ് ഈക്വൽ ടു പറഞ്ഞ് നിങ്ങൾ എഴുതുക കേട്ടോ. എത്രയാണ് ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്നത്? ഇവിടെ 13, 13 പ്ലസ് 9 പ്ലസ് പിന്നെ ഇത് എത്രയാ 8 പ്ലസ് 16 പ്ലസ് പിന്നെ 6 പ്ലസ് പിന്നെ ഇത് എത്രയാ 3 പ്ലസ് പിന്നെ ഇത് 6 പ്ലസ് 7 പ്ലസ് പിന്നെ ഇത് എത്രയാ 6 പ്ലസ് പിന്നെ 10 ഇട്ട് എത്രയാ 5 അല്ലേ. 10ൻ്റെ പറഞ്ഞു 10 വരെ മതി കേട്ടോ. അപ്പോൾ അത്രയും പ്ലസ് ചെയ്ത് നോക്കുക. ഇംഗ്ലണ്ടിൻ്റെ കിട്ടിയ എഴുതാൻ എന്നിട്ട് എന്താക്കുക, പ്ലസ് ചെയ്തിട്ട് ഈക്വൽ ടു പറഞ്ഞാൽ നമ്പർ എഴുതുക. എന്നിട്ട് എന്താക്കുക, അടുത്തത് ഇനി ഇന്ത്യേൻ്റെ എഴുതുക. ഇന്ത്യേൻ്റെ അതേപോലെ തന്നെ എന്താക്കുക, നിങ്ങൾ ഇന്ത്യ ഈക്വൽ ടു പറഞ്ഞിട്ട് ഇന്ത്യേൻ്റെ പോയിന്റ് എഴുതുക. ഫസ്റ്റ് ഓവറിൽ എത്ര പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്? 8 റൺ അല്ലേ. 8 പ്ലസ് പിന്നെ ഇത് എത്രയാണ് 9 പ്ലസ് പിന്നെ ഇതും 9 പ്ലസ് അടുത്തത് ഇത് എത്രയാ 12 പ്ലസ് 10 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 10 പ്ലസ് 13 പ്ലസ് 14 പ്ലസ് 14 അല്ലേ. എത്ര മതി അല്ലേ, 10 ഇത് മതിയല്ലോ. അപ്പോൾ അത്രയും പ്ലസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ കൂടുതൽ ആർക്കാ കിട്ടിയെന്ന് നോക്കുക. രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൻ്റെ വേറെ പ്ലസ് ചെയ്യുക, അതുപോലെ ഇന്ത്യൻ്റെ വേറെ പ്ലസ് ചെയ്യുക. എന്നിട്ട് അതിൽ ആർക്കാ കൂടുതൽ കിട്ടിയത് നോക്കുക. ആർക്കാ കൂടുതൽ കിട്ടിയത്? പ്ലസ് ചെയ്തിട്ട് എത്ര ആർക്കാ കിട്ടിയത്? അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്തപ്പോൾ ഇംഗ്ലണ്ടിന് 79ഉം ഇന്ത്യക്ക് 103 അല്ലേ. അപ്പോൾ ആരാ കൂടുതൽ 10 ഓവറിൽ കൂടുതൽ റണ്ണെടുത്ത് ആദ്യത്തെ 10 ഓവറിൽ കൂടുതൽ റണ്ണെടുത്ത് ആരാണ്? ഇന്ത്യയാണ് അല്ലേ. കൂടുതൽ കിട്ടിയിരിക്കുന്നത് 103 ആണ്, ഇന്ത്യക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇംഗ്ലണ്ടിന് കുറവാണ് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത എന്താണെന്ന് നോക്കിയേ, ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ.